മലയാളിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു വീട് വാങ്ങിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, പിന്നെ ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതം മുഴുവനും വല്ല വാടക വീട്ടിൽ താമസിക്കാനോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് എന്താ ഈ ഒരു സെന്റൻസിന്റെ ഒരു എന്താണ് ഇതിനകത്തെ യുക്തി, എന്താണ് എന്ത് ലോജിക്കാണുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? ഇല്ല, വീട് വാങ്ങേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ വാടക താമസിക്കുന്നത് ഫോർ സം റീസൺ അഗൈൻ പോപ്പ് കൾച്ചറൊക്കെ മോശമാക്കി വെച്ചൊരു സാധനമാണ്. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത് അത്ര അപ്രീഷിയേറ്റഡ് അല്ല അല്ലെ. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്തോ പറ്റാത്തവരാണ്, പൈസ ഇല്ലാഞ്ഞിട്ടാണ്, കഷ്ടപ്പാടാണെന്നുള്ള ഒരു തോന്നലുണ്ട്. ഇപ്പൊ എറണാകുളത്തെ വീടെന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് രണ്ടാമത് വാടക വീടാണോ എന്നാണ് ആൾക്കാർ. ഞാൻ എറണാകുളത്ത് താമസിച്ച ആളാണ്. ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചത്. ഞാൻ ബാംഗ്ലൂർ ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എത്രയോ വീടുകൾ ഉടനെയൊന്നുമില്ല. ഇപ്പൊ വേണമെങ്കിൽ 2 വീട് 3 വീടൊക്കെ വെക്കാൻ വേണമെങ്കിൽ വേണ്ടത് വെച്ചിട്ടാണ്, ആവശ്യമില്ല. അതൊരു നല്ല ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണെന്ന് എനിക്കിപ്പോ തോന്നണില്ല. മേ ബി ഞാൻ വീട് വെക്കുക എനിക്ക് ഇങ്ങനെ ഒരു 100 വീടൊക്കെ വെക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോ ഇതേ കാര്യമാണ് ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്കതിനകത്ത് എന്താണ് ഇവര് പറയുന്നത്, നമുക്ക് വീട് വേണ്ടേ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു സാധാരണ മലയാളി ചിന്താഗതി. അതെന്താണ്? അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് വളരെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മണി ഓറിയന്റഡ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സാധനം. വീടിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് അതിൽ കൈകടത്തുന്ന അത്ര ശരിയല്ല. അഗൈൻ ആ ഇമോഷൻസിനെ മാറ്റി വെച്ച് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്പേഴ്സ് വെച്ച് പറയുകയാണെങ്കിൽ വീട് വെക്കേണ്ട ആവശ്യം മേ ബി ഉണ്ടാവില്ല. റെന്റ് താമസിച്ചെന്ന് പറഞ്ഞാൽ പൈസക്ക് നഷ്ടമൊന്നുമില്ല. ആൾക്കാർ വിചാരിക്കുന്നത് ഇത്ര ഡൗൺ പേയ്മെന്റ് കൊടുത്ത അല്ലെ പിന്നെ EMI എത്ര അല്ലേ പോണുള്ളൂ, റെന്റിന് എന്തായാലും കൊടുക്കണ്ടേ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ 20,000 രൂപയുടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ വല്ല 20-22 രൂപയായിരിക്കും EMI അടയ്ക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് എന്റെ ആ വീട് സ്വന്തമാവല്ലേ എന്ന് ചിന്തിക്കുന്ന ആള് എങ്ങനെയാണ് മണ്ടനാവുന്നത്? ഇല്ല, കാലഘട്ടം കുറെ മാറിയില്ലേ. ജീവിതകാലം മുഴുവൻ ഈ എറണാകുളത്ത് ആ ഒരു ഇപ്പൊ താമസിക്കുന്ന അല്ലെങ്കിൽ വീട് വാങ്ങാൻ പോകുന്ന ജംഗ്ഷനിൽ തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആസ്പിറേഷൻസിനെ നമ്മൾ ലിമിറ്റ് ചെയ്യല്ലേ. വി നെവർ നോ വേർ ലൈഫ് ഈസ് ഗോയിങ് ടു ടേക്ക് us. അപ്പൊ ജീവിതം ഭീകരമായി മാറാം, നമ്മൾ വേറെ നാട്ടിലേക്ക് പോകാം, നമുക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കണ്ടേ. അപ്പൊ വീട് നമ്മൾ അങ്ങനെ പിൻ ചെയ്യുക കൂടിയല്ലേ ഒരു സ്ഥലത്തേക്ക്. അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും? അത് മാത്രമാണോ ഈ പറയുന്നതിനകത്തുള്ള ഒരു ലോജിക്? അത് മാത്രമല്ല, ഈ പറയുന്ന പൈസേനെ നമുക്ക് അല്ലാതെ ബുദ്ധിപരമായി വേറെ സംഭവങ്ങളിൽ ഉപയോഗിച്ചാൽ ബെറ്റർ ഗ്രോത്ത് കിട്ടും. വീടിൽ അത് അവിടെ സ്റ്റക്കായി പോവുകയാണ്. വീട് ഒരു അസറ്റ് അല്ല എന്ന് പറയുന്നത് അതിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറെ പൈസ കൊടുത്ത് അത് വാങ്ങിച്ചു, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ വീട് വിറ്റാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടുള്ള സംഭവമാണ്. അപ്പം ഒട്ടും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ് ഫ്ലോ ഇങ്ങോട്ടില്ല. ഇൻഫാക്ട് അങ്ങോട്ടേക്ക് അതിനെ മാനേജ് ചെയ്യാൻ അങ്ങോട്ടേക്ക് പൈസ ഇടണം. നമ്മൾ പറയുമ്പോൾ റെന്റ് എന്നൊക്കെ കൂട്ടുള്ളൂ. റെന്റും എന്താ പറയാ EMI കമ്പയർ ചെയ്യും. വീടാവുമ്പോ EMI പുറത്ത് അതിനെ മാനേജ് ചെയ്യാനും അതിനെ നിലനിർത്താനും ഒക്കെ വേറെ കുറെ ചെലവുകൾ. അതിപ്പോ നമ്മുടെ ഫ്ലാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ റെന്റ് ആണെങ്കിലും അതിനെ നിലനിർത്താനുള്ള ചെലവുകൾ നമ്മൾ എടുക്കണ്ടേ?